സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു റാമ്പ് ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് നേരെ പോവാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചാനലാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തോ. റോഡ് ടു 50K ആണ് നമ്മളെ ഫാമ്. ഓക്കെ, എല്ലാവരും മാക്സിമം ലേക്കും കൂടി അടിച്ചേക്ക്. ലേക്ക് ടാർഗറ്റ് ഒരു 20 ആദ്യം നമുക്ക് ഈ ഒരു റാമ്പ് ചാടിയിട്ട് മെല്ലനെ അങ്ങോട്ട് എങ്ങനെയൊക്കെ ഒന്ന് എത്തണം. ഓ, ഇതെന്താണ് കേസ്, ഈ ഒരു സംഭവം നമ്മളെ കൂട്ടിക്കൊണ്ട് അതാ പോണി. എങ്ങനെയാലും ഇങ്ങോട്ട് താഴ്ത്തോട്ട് ഇറങ്ങട്ടെ. നമ്മളങ്ങനെ ഇങ്ങോട്ടേക്ക് നമ്മളെ വണ്ടിയായിട്ട് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു പമ്പരം പോലത്തെ സംഭവത്തിൻ്റെ ഉള്ളിൽ നിന്ന് എസ്കേപ്പ് ആവണം. ഓക്കെ, അതായത് നമ്മൾ നൈസായിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇതെന്താണ് കേസ്, ഫ്രണ്ടിൽ കുറേ പ്രോപ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണാവോ ഞാൻ പോവുക. ഇതിന് വണ്ടി കുടുങ്ങി. അങ്ങനെ ഗൈസ്, നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മളെ വണ്ടിയായിട്ട് എത്തിയിട്ടുണ്ട്. എത്ര കഷ്ടപ്പാടാണെന്നറിയോ ഗൈസ്, നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതാ ഫ്രണ്ടിൽ അതാ പിഞ്ഞ ഒരു വലിയ കൊല്ലാപ്പ് കൊടുന്നിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞാൻ എങ്ങനെയാടാ പോവുക? ഇങ്ങനെയൊക്കെ കൊണ്ടുവച്ചാൽ എങ്ങനെ ഞാൻ പോവും? എങ്ങനെയൊന്നും അപ്പുറത്തേക്ക് ഇവിടുന്നെങ്കിലും എത്തട്ടെ ഗൈസ്, അല്ലെ ടൈം പോവും, അതാണ് പ്രശ്നം. ഓക്കെ ഗൈസ്, നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വല്ല സീനില്ല ഗൈസ്, ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് എസ്കേപ്പ് ആവാം. ഇവിടെ കുഴപ്പമില്ലാണ്ട് നമുക്ക് പോവാം. ഓക്കെ, നമ്മളെ ജസ്റ്റ് നൈസായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കണ്ടെയ്നറിൻ്റെ മുകളിലേക്ക് നമുക്ക് പെട്ടെന്ന് പോയിട്ടുണ്ട് കയറാൻ, എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഇറങ്ങാം. അതൊക്കെ അത്രയുള്ള കേസ്. ഇതൊക്കെ എന്ത് എളുപ്പം. അയ്യോ, ഇപ്പം തന്നെ താഴ്ത്ത് പോയായിരുന്നു. ഇവിടെ എന്താ 2 കണ്ടെയ്നർ കിടന്ന് കറങ്ങുന്നുണ്ട്. സീനൊന്നുമില്ല നമുക്ക്. ഇപ്പം അമ്പര സീനാണ്. ഇപ്പം അമ്പര ഇത്തിരി ശോകമാണ്. ഓക്കെ, ഇവിടെ വലിയൊരു റാമ്പ് വരുന്നുണ്ട്. നമുക്ക് ഇനി ഈ റാമ്പ് ചാടിയിട്ട് അപ്പുറത്തേക്ക് എങ്ങനെയും എത്തണം. ഓക്കെ, ഇവിടെ ഉണ്ടിട്ട് ഈ പമ്പരം വല്ലാത്ത പ്രശ്നമാണ്. അയ്യോ, ഇതെന്തുണ്ടായി? വേറെ ഒന്നും പറ്റിയില്ല ഗൈസ്, ജസ്റ്റ് ഒന്ന് മരത്തിമ്മ തട്ടിയിട്ട് നമ്മൾ തലടിച്ചിട്ട് ഇവിടേക്ക് വീണിട്ടുണ്ട്. അവിടെ കുറേ ചോര പോയിട്ടുണ്ട്. പെയിൻ്റ് അടിച്ച് വെച്ചൊന്നുമില്ല കേട്ടോ, നമ്മളെ ആശാൻ്റെ ചോരയാണ്. ഒക്കെ നമുക്ക് ഇനി നമ്മളെ വണ്ടി എടുത്തിട്ട് പോവുക ഇവിടുന്ന്. ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എങ്ങനെയാലും നൈസായിട്ട് ഈ ഒരു സംഭവം കടന്ന് അങ്ങോട്ടേക്ക് പോകണം. ഓക്കെ, നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓ, ഇവിടെ ഒരു കറങ്ങുന്ന കണ്ടെയ്നർ ഉണ്ട്. നമ്മൾ ഇതുമ്മക്കൂടെ കയറിയിട്ട് ഈ ഒരു റൗണ്ടിൽ കൃത്യമായിട്ട് വന്ന് നിൽക്കണം. എന്നിട്ട് അപ്പുറത്തേക്ക് ഈ ഒരു കണ്ടെയ്നർ അങ്ങോട്ട് എത്തുമ്പോൾ അങ്ങനെ കയറി പോകണം. ഓക്കെ, തന്നെ കളി തന്നെ എനിക്ക് മനസ്സിലായി. ഇവിടുന്ന് കുറേ തിരിവും വളവാണല്ലോ. നമുക്ക് മെല്ലനെ പോകണം കേട്ടോ, അല്ലെങ്കിൽ സീനാവും. അല്ലെങ്കിൽ നിലത്ത് കിടക്കേണ്ടി വരും. എടാ, ഇതെന്തുട്ടാണ് വണ്ടി കുടുങ്ങി? ഇവന്മാർ ഇതെന്ത് ഇവിടെ ഇങ്ങനെയൊക്കെ കൊണ്ടുവച്ചിരിക്കണ്? നമ്മളെ വണ്ടി കുഴപ്പമില്ലാതെ കയറി വന്നിട്ടുണ്ട്. ഇപ്പം നിലത്ത് വീണായിരുന്നു. എടാ, അതെന്താണ്? 2 പ്രാവശ്യം ജസ്റ്റ് മിസ്സിനാണ് അവിടുന്ന് വന്നത്. ഇനി ഇവിടുന്ന് ഒന്നും നോക്കണ്ട ഗൈസ്, കണ്ണും കൂട്ടി ഒറ്റ ഓട്ടം തന്നെ. ജസ്റ്റ് എസ്കേപ്പാണ് അവിടുന്ന്. കഴിഞ്ഞ് ഇവിടുന്ന് അയ്യോ, ഇവിടുന്ന് ഇത്രയൊക്കെ അങ്ങോട്ട് എത്തണോ? നിങ്ങളെന്താ വിചാരിച്ചു ഞാൻ അവിടെ വീഡിയോ ഉണ്ടാക്കി പോയിന്ന? അത്ര പെട്ടെന്നൊന്നും പോകില്ല ഗൈസ്. ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. എന്തായാലും നമ്മളാ റാമ്പ് പകുതി എത്തുമ്പോൾ നിലത്തേക്ക് വീണിട്ടുണ്ട്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. നെക്സ്റ്റ് നമുക്ക് എന്തായാലും അടുത്ത പ്രൊഫഷണൽ റാമ്പ് കളിക്കുമ്പോൾ പിടിക്കാം. അപ്പോൾ നമ്മൾ അന്നത്തെ വിടുത്തുള്ള ഗൈസ്, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ബാക്കി റാമ്പ് കളിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ സെക്കൻഡ് ചാനൽ ഒരു കിടുക്കാച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ചാനൽ ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്താൽ മതി. സെക്കൻഡ് ചാനലിൽ ഇങ്ങനെ നമ്മുടെ ചാനലിന്റെ ബയോയിലുണ്ടാവും. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 50K ആണ്. നെക്സ്റ്റ് ഒരു കിടക്കാതെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് കൊണ്ട് കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.